സാറേ, കളിയാക്കരുത്. എന്തിന്? CPM-ന് താഴെ തട്ടിൽ പ്രവർത്തിക്കാൻ ആളെ കിട്ടുന്നില്ല. തമാശയാണോ? അല്ല, ഞാൻ ഇന്ന് പത്രത്തിൽ വായിച്ച കാര്യമാണ്. അങ്ങനെ അവിടെ സംസ്ഥാന കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനിക്കും. ഒരുപാട് വിഷയങ്ങൾ, ഇലക്ഷന്റെ പരാജയം, പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ആളില്ലെന്നാണ് ഞാൻ വായിച്ചത്. ഇനി ഈ മാപ്രകൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി വിട്ടതാണോ എന്നും കൂടി അറിയാനുള്ളത് കൗതുകം. എന്താണ് എൻ്റെ ഇത് വളരെ അതിശയമായിട്ട് തോന്നുന്നു. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തകർക്ക് യാതൊരു ക്ഷാമവും ഇല്ലാത്ത ഒരു സംവിധാനമാണ് CPM-ന്റെ സംഘടനാ സംവിധാനം. 5 ലക്ഷം ഡിഫിക്കാരെ അവരിപ്പോ റെയിൽവേ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞവരാണ്. സൈന്യം വന്നാലും ഞങ്ങൾ നേരിടുന്ന ഷിജു കാമേങ്കർ ആവേശത്തോടി ഇവിടെ തമ്പാലെന്ന് വർത്താനം പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഇപ്പൊ സംസ്ഥാന കമ്മിറ്റി ഇന്ന് വാർത്ത വന്നിരിക്കുന്നത് താഴെത്തട്ടിൽ, ജനങ്ങൾക്കിടയിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ ആളെ കിട്ടുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ 5.5 ലക്ഷവും അല്ലെങ്കിൽ ഇത്രയും വലിയ കേഡർ സംവിധാനമുള്ള പാർട്ടി എന്നൊക്കെ പറയുന്നത് ആളെ പറ്റിക്കാനുള്ള സംവിധാനമാണോ എന്നൊരു സ്വാഭാവികമായിട്ട് സംശയം വരും. പക്ഷെ ഇതിനൊരു മറുവശമുണ്ട്. പാർട്ടി സത്യസന്ധമായിട്ടായിരിക്കും ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ചങ്കിൽ കൈവച്ചിട്ടാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകൾ പാർട്ടി വെച്ച് പുലർത്തിയിരുന്നു. അതിനു മുമ്പേ ഉണ്ടായിരുന്ന 2019 ഒരു സീറ്റ് ഒന്നെങ്കിലും ഉയർത്തി 2-ലേക്കെങ്കിലും എത്തിച്ച് അത്യാവശ്യം മാനം കാക്കാം എന്ന ഒരു പ്രതീക്ഷ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് പോയി. അപ്പൊ അത് പോയപ്പോ ഞാഞ്ഞൂലുകൾ അവിടെ ഇവിടെ തലവെക്കാൻ തുടങ്ങി. പാർട്ടിക്കുള്ളിൽ ഞാഞ്ഞൂലുകൾ, പുറത്ത് ഞാഞ്ഞൂലുകളും സർപ്പങ്ങളും രാജവെമ്പാലകൾ ഇഷ്ടം പോലെ ഉണ്ട് പാർട്ടിക്കെതിരെ. പക്ഷെ പാർട്ടിക്കകത്തുള്ള രാജവെമ്പാലകൾ തൽക്കാലം സുഷുപ്തിയിലാണ്. സമയമായില്ല, അവര് രംഗത്ത് വരെയുള്ള നേരമായിട്ടില്ല. അവർ കുറച്ചുകൂടെയൊക്കെ വെയിറ്റ് ചെയ്യും. അവർ ഈ ഞാഞ്ഞൂലുകളെ ഇങ്ങനെ ഇളക്കി വിടുക. ഈ ഞാഞ്ഞൂലുകളാണ് ജില്ലാ കമ്മിറ്റിയിലും ഈ ഇപ്പൊ നടക്കുന്ന സംസ്ഥാന സമിതിയിലും അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ലോക്കലിലും ഒക്കെ പിണറായിയുടെ ശൈലി മാറ്റണം എന്നൊക്കെ പറഞ്ഞ് വലിയ വർത്തമാനം പറഞ്ഞ സഹാക്കന്മാരുണ്ട്. അത് ഞാഞ്ഞൂലുകളാണ്. ആ ഞാഞ്ഞൂലുകളുടെ ഒരു സംഘടിത രൂപമാണ് ഇപ്പം സംസ്ഥാന സമിതിയിൽ വന്നിട്ടുണ്ട്. അപ്പോ പാർട്ടിക്ക് മനസ്സിലായി കാര്യം എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ പോയാൽ എങ്ങനെ എന്നൊരു ബോധ്യം വന്നിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും ഈ കേഡർമാരില്ല എന്ന് പറയുന്ന ഒരു വലിയൊരു വളരെ വിചിത്രമായി എനിക്ക് തോന്നിയതാ. അത് വലിയ തമാശയായിട്ട് തോന്നുന്നു. അപ്പോ ഒരുപക്ഷെ ഈ കേഡർമാർ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഇപ്പം ഏതാണ്ട് മുതലാളിമാരായി കഴിഞ്ഞു. കാര്യം അവർ ഈ കക്ഷത്തില് മറ്റേ ജിങ്കാനയിലൊക്കെ പോകുന്ന പയ്യന്മാര് വെക്കുന്നത് പോലെ പ്രത്യേക ഭാഷ, പിന്നെ എല്ലാവരും പിണറായിയുടെ ഡിറ്റോ ആയി മാറുന്നു. ജനങ്ങളുമായിട്ട് നേരിട്ട് സംസാരിക്കില്ല, ബലം പിടിച്ചങ്ങോട്ട് മാറി നിൽക്കും. അപ്പൊ സ്വാഭാവികം ജനം അടുക്കാൻ പഠിക്കുമല്ലോ. ജനം നമ്മുടെ അടുത്തേക്ക് വരണമെങ്കിൽ നമ്മൾ കുറച്ച് മയപ്പെട്ട ആളാണെന്ന് ജനത്തിന് തോന്നണം. ഇപ്പൊ സാറ് ബലം പിടിച്ചത് ഞാൻ സാറിന്റെ അടുത്ത് ഒരിക്കലും വരില്ല. പക്ഷെ സാറ് ഒരു പുഞ്ചിരിക്കുന്ന മനോഭാവം അല്ലെങ്കിൽ ഒരു വിടർന്ന മുഖമൊക്കെ ആണെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ട് അടുത്ത് വരും. ഇല്ലെങ്കിൽ ഞാൻ അന്ന് നിൽക്കാൻ ശ്രമിക്കില്ല, അല്ലെങ്കിൽ ആ ഏരിയയിൽ വരത്തില്ല. ഇപ്പോ കേഡർ എന്ന് പറയുന്ന CPM-ന്റെ സംഘടനാ സംവിധാനത്തിലെ കേഡർമാരെല്ലാം തന്നെ ജൂനിയർ അല്ലെങ്കിൽ സബ് ജൂനിയർ പിണറായിമാരാണ്. പിണറായിയുടെ അടുത്ത് ഇപ്പോൾ എല്ലാവർക്കും പേടിയല്ലേ, പത്രക്കാർക്ക് വരെ പേടിയാണ്, പിന്നെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ വരെ പേടിയാണ്. അപ്പൊ ആ പേടി ഉണ്ടാക്കിയെടുക്കണം. എന്നെ ആരും നേതാവാകണമെങ്കിൽ ഇങ്ങനെ ഇരിക്കണം. എന്നെ ആരും ചോദ്യം ചെയ്യരുത്. എന്നെ ചോദ്യം ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അദ്ദേഹത്തെ പോലെ ആവണം എന്ന് കരുതി ഈ കേഡർമാരെല്ലാം ഒരു മിനി മുതലാളിമാരിലേക്ക്, മുമ്പൊക്കെ ഈ നമ്മുടെ സ്പിരിറ്റിന്റെ ഒക്കെ ചില ഇടപാടുകളൊക്കെ പല സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി വേറെ ചില ആധുനിക ലഹരികളിലൊക്കെയാണ് അവരുടെ താല്പര്യം. പല മാർഗത്തിലൂടെ പണം വരുന്നു. ഒരുപാട് പരാതികളുണ്ട്. പാർട്ടിക്കകത്ത് കെട്ടിക്കിടക്കുന്ന ഇഷ്ടംപോലെ പരാതികളുണ്ട്. അല്ല, സത്യസന്ധമായിട്ട് അന്വേഷിക്കേണ്ടതാണത്. ശരിയാണെങ്കിൽ അങ്ങനെ തുടരട്ടെ. പക്ഷെ അത് പിന്നെ സംശയത്തിന് ഇട നൽകുന്ന രീതിയിലേക്ക് പാർട്ടി പ്രവർത്തകരിൽ പലരും പോകുന്നതായിട്ടുള്ള വാർത്തകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പല DF നേതാക്കളെ അറസ്റ്റ് ചെയ്തല്ലോ. പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും പക്ഷേ മുകളിലുള്ള പഴയ ജനകീയമായ നേതാക്കളൊന്നും അറിയണം നിർബന്ധമില്ല. പക്ഷെ എന്നിരുന്നാലും ഇവര് ഈ തരത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുമ്പോൾ, അതായത് ജനങ്ങളിൽ നിന്ന് ദൂരം കൂടുതലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ ജനം ഈ പാർട്ടിയെ അകറ്റി നിർത്തും. എങ്ങനെയാണോ സഹാക്കൾ ജനത്തിനെ അകറ്റി നിർത്തുന്നത്,
അതുപോലെ ഈ പാർട്ടിയെ ജനമായിട്ട് അപ്പോൾ സംഭവിക്കുന്ന അധികാരത്തിൽ നിന്ന് വെളിയിൽ പോകേണ്ടി വരും. അത് രാഷ്ട്രീയ പാർട്ടി ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. CPM പക്ഷെ അങ്ങനെയൊന്നും പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടിയല്ല. അവർക്കൊരു തെറ്റ് പറ്റിയാൽ ഒരു 20 വർഷമൊക്കെയാണ് തിരുത്താനായിട്ട് എടുക്കുന്നവർ. ശരാശരി തിരുത്തും. പക്ഷെ അതിന്റെ ഒരു ശരാശരി കാലാവധി 20 വർഷമൊക്കെയാണ്. 20 വർഷമായി തിരുത്തും. അപ്പോഴേക്കും ചിലപ്പോൾ എല്ലാം മൂച്ചൂടും പോയിട്ടുണ്ടാവും. അതാണ് ഈ ഒരു സംവിധാനം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു പുനരവലോകനത്തിന് പാർട്ടി തയ്യാറാണെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. വളരെ നല്ലൊരു സമീപനമാണത്. തെറ്റിപ്പോ വൈകിയാണെങ്കിൽ കൂടിയും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ധാരണയിൽ എത്തുന്നത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അല്ല, ആ തിരിച്ചറിവ് നല്ലത് തന്നെയാണ്. പക്ഷെ ഈ തിരിച്ചറിവ് ഇപ്പോൾ സംസ്ഥാന സമിതിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കൂടെ ചില നിർദ്ദേശങ്ങൾ വന്നിരുന്നു എന്നുള്ള പത്രവാർത്തകളുണ്ടല്ലോ. പിന്നെ അതിന്റെ എത്രത്തോളം സത്യസന്ധത രണ്ടാമത്തെ കേസ്. പക്ഷെ കുറെ പ്രശ്നങ്ങൾ പാർട്ടിയിലുണ്ടെന്നുള്ള വസ്തുതയാണ്. അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. സഹാക്കള് രഹസ്യമായിട്ടും മറ്റുള്ള ആളുകൾ പരസ്യമായിട്ടും പറയുന്ന ഒരു കാര്യമാണ്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ പാർട്ടിയിൽ മുമ്പുണ്ടായിരുന്ന പോലുള്ള ഉൾപാർട്ടി ചർച്ചകൾ നടക്കണം. അതിപ്പോ ഏതെങ്കിലും ഘടകത്തിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വിരൽ ചൂണ്ടുന്നത് അങ്ങോട്ടാണ്. അത്തരം ചർച്ചകളുടെ വലിയ കുറവാണ്. അതെ, ബ്രാഞ്ച് കമ്മിറ്റി മുതൽ നമ്മൾ ഈ പറയുന്ന സംസ്ഥാന സമിതി വരെയുള്ള പാർട്ടി ഘടകങ്ങളിൽ മനസ്സ് തുറന്ന ചർച്ചകൾ നടന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഉറപ്പായി ആ ഉൾപാർട്ടി ചർച്ചകളാണ് പലപ്പോഴും പാർട്ടിയെ ഈ താഴേക്ക് പോകുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തി വീണ്ടും മേലോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. ഇപ്പോൾ അതിനുള്ള സാധ്യതകളില്ല. ആരെങ്കിലും ചർച്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള സഹാക്കളെല്ലാം കൂടി അയാളെ പിടിച്ച്, അതായത് ഒരു പാർട്ടി ആഭിമുഖ്യം ഉള്ള ഒരാൾ പിന്നീട് പാർട്ടി പ്രവർത്തകനായി മാറും. താഴെ തട്ടിലുള്ള തലങ്ങൾ മുതൽക്ക് അങ്ങ് മേൽ തലം വരെ എത്തുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നല്ലൊരു കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായ അയാളെ മാറ്റുന്ന ഒരു രീതി ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അതിനെവിടെയോ എപ്പോഴോ വച്ചിട്ട് ചില നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അതൊടുവിൽ പാർട്ടി കണ്ടെത്തിയിരിക്കുന്നു. അതൊരു തിരിച്ചറിവാണ് വാസ്തവത്തിൽ. ആ തിരിച്ചറിവാണ് വാസ്തവത്തിൽ ഈ സംസ്ഥാന കേന്ദ്ര സർക്കാരിനെതിരെയും ജനങ്ങൾ ഈ സർക്കാരിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നും ഒക്കെ പറയുന്നുണ്ട്. പല കാരണങ്ങൾ അവർ നിരത്തുന്നുണ്ട്. എങ്കിൽ കൂടിയും ഒരു തിരുത്തലിന് അവർ തയ്യാറായില്ല. ഇപ്പൊ സംസ്ഥാന സമിതിയിലുള്ള ചർച്ചകളിൽ തന്നെ ഇവർ പറയാത്ത പല വിഷയങ്ങളുണ്ട്. ജനത്തിന് നന്നായി അറിയുന്ന എന്നാൽ പാർട്ടി സഹാക്കളിൽ ചർച്ചയിൽ കൊണ്ടുവരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സർക്കാരിന്റെ തന്നെ ധൂർത്ത് പല തരത്തിലുള്ള ധൂർത്തുകളുണ്ട്. സാമ്പത്തിക മാനേജ്മെന്റിലുള്ള കുഴപ്പങ്ങൾ, അപക്വമായ ഒരു സമീപനം അതിനകത്തുണ്ട്. പിന്നെ പലർക്കും കൊടുക്കാനുള്ള കാശ് കൊടുത്തിട്ടില്ല, പെൻഡിങ്ങാണ്. ക്ഷേമ പെൻഷൻ മുതൽ സർക്കാർ ജീവനക്കാർക്ക് വരെയുള്ള കോൺട്രാക്ടർമാർ വരെയുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള കോടിക്കണക്കിന് രൂപ പെൻഡിങ്ങാണ്. വിരമിച്ചവർക്കുള്ള നിയമനങ്ങൾ ഇതൊന്നും ഇവിടെ ചർച്ച ആയിട്ടില്ല. അപ്പൊ പാർട്ടിയിൽ അതൊക്കെ ചർച്ച വേണ്ടത്. നിങ്ങൾ ഭരണത്തെയാണ് വിലയിരുത്തുന്നതെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം അവിടെ ചർച്ചയാണ്. ഇത് ചർച്ചയായാലും മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ പറ്റും. ഇനി സർവ്വസേവനങ്ങൾക്കും ഇനിയിപ്പോ പൈസ വളരെയധികം കൂട്ടാൻ പോകുന്ന ഒരു ദിവസം വരാൻ പോകും. അല്ല, ഇത് സാറേ ഇതിൽ വേറെ രസകരമായ സംഭവം. ഈ ചർച്ചകൾ തന്നെ ഒരു വഴിതെറ്റിക്കുന്ന ഒരു സംവിധാനമാണ്. പിണറായിയെ പ്രൊട്ടക്ട് ചെയ്യലാണ് ഇതിലെ ഈ ചർച്ചകളിൽ പ്രധാനമായിട്ടും കാണുന്നത്. കാരണം ഇവിടെ എവിടെയും സർക്കാരിനെ വിമർശിക്കുന്നതോ സർക്കാരിന്റെ ഈ തെറ്റായ പോക്കിനെ ചൂണ്ടിക്കാണിക്കുന്നതുള്ള ഒരു സംഭവത്തിൽ വന്നിട്ടില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ട്, സർക്കാർ കൂടുതൽ മെച്ചപ്പെടണം. ഓൾറെഡി മെച്ചമാണ്, മെച്ചപ്പെട്ട രീതിയാണ് പോകുന്നത്. കൂടുതൽ മെച്ചപ്പെടണം എന്നാണ് വാർത്ത. അപ്പൊ ഇപ്പോഴത്തെ മെച്ചപ്പെടൽ അവരെ കണക്കും ജനങ്ങളുടെ കണക്കും രണ്ട് സ്കെയിലാണ് അതിനകത്ത്. ജനത്തിന്റെ മെച്ചപ്പെടാണെങ്കിൽ നമ്മൾ ഇനിയും ദുരിതം അനുഭവിക്കേണ്ടി വരും. അതെ, അതായത് കൂടുതൽ മെച്ചപ്പെടണം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കേണ്ടേ. ഇപ്പൊ ഓൾറെഡി അത് ഭംഗിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ. ഈ പറഞ്ഞെല്ലാം പാർട്ടി സംവിധാനങ്ങളാണ്. കാഡർമാര് വേണം, പാർട്ടി മെച്ചപ്പെടണം എന്നൊക്കെ പറഞ്ഞാൽ അത് ചെയ്യേണ്ടത് MP ഗോവിന്ദനാണ് ചെയ്യേണ്ടത്. മുഖ്യമന്ത്രിക്ക് ബാധ്യതയൊന്നുമില്ല. പക്ഷെ തിരിച്ചാണ് വന്നിരുന്നെങ്കിലും പാർട്ടി സംവിധാനങ്ങൾ ഇടപെടും. ഭരണത്തിൽ ഇത്തരത്തിൽ കുഴപ്പങ്ങളുണ്ട്, അതിന് തിരുത്തൽ വേണം. ആ തിരുത്തലുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മളോട് അടുക്കത്തുള്ളൂ എന്നല്ലേ ശരിക്കും പറയേണ്ടത്. അതിന്റെ ഒരു ക്രമീകരണം അങ്ങനെ ആയിരുന്നു. പക്ഷെ സഹാക്കളാരി സംസ്ഥാന സമിതിയിൽ ഇത്തരം കേസുകൾ പറയുന്നില്ല. താഴെ കാണിച്ച ആവേശം മേളിൽ വരുമ്പോ എന്തുകൊണ്ടാ കിട്ടുപോകുന്നു? ആരെയും എന്തിനോ പേടിക്കുന്ന ഒരു സംഭവം ഉണ്ട്. പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഘടന ഭീതിയിൽ അധിഷ്ഠിതമാണ്. അതിൽ പ്രവർത്തിക്കുന്നവരായാലും നേതാക്കളായാലും അതിനോട് അനുഭവമുള്ളവരായാലും ഇപ്പോൾ അവരെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ഭീതിയാണ്. സത്യസന്ധമായിട്ട് അഭിപ്രായം പറയാൻ കഴിയില്ല. അഭിപ്രായം പറഞ്ഞാൽ നാളെ എന്റെ അവസ്ഥ എന്താവുന്നുള്ള, അതായത് എല്ലാവർക്കും ഒരേ സ്വരം എന്ന് പറയുമ്പോൾ ഐക്യത്തിന്റെ സ്വരമല്ല, ഭയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു സ്വരമെന്നാണ് സാർ. തീർച്ചയായിട്ടും
2 ദിവസം നമ്മളൊരു ഒറ്റ ഉദാഹരണം, 2 ദിവസം ഇവിടെ ഒരു ലിഫ്റ്റില് ഒരു പാവപ്പെട്ട മനുഷ്യൻ കുടുങ്ങിയല്ലോ. അതെ. അതിനകത്ത് മലമൂത്ര വിസർജനം അത്യാവശ്യം ദേശാഭിമാനി ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ തുറച്ചു കളയാൻ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി. പോട്ടെ, അതിനെങ്കിലും അവസാനം ഉപകാരപ്പെട്ടല്ലോ. പക്ഷെ ആ മനുഷ്യൻ CPM-ന്റെ പ്രവർത്തകനും അനുഭാവി എന്തോ ആണ്. പുള്ളിക്ക് ഒരു പരാതിയില്ല. ഈ 2 ദിവസം ഒരു മനുഷ്യന്റെ ജീവനെ അപകടപ്പെടുത്തിയ ഒരു സമയം, അതും ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. നമ്മൾ വലിയ ആരോഗ്യരംഗത്ത് ഭയങ്കര വലിയ വലിയ ആളുകളാണെന്നൊക്കെ നാഴിക നാൽപോട്ടം പറയുന്ന, അല്ല അവിടെ ഒരു ബോർഡ് പോലും വയ്ക്കാൻ കഴിഞ്ഞ സാധാരണ നമ്മളൊക്കെ ലിഫ്റ്റ് കയറുമ്പോഴത്തേക്ക് എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്പരൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ യന്ത്രങ്ങളാണ്, പണിമുടക്കാം, ഒരു നമ്പർ വെക്കണ്ടേ? ഇതതില്ല. ഇനി ഈ 2 ദിവസവും ഇവിടെ ആരും ഇതിനൊക്കെ സംബന്ധിച്ച് നോക്കാനില്ലേ? ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനൊന്നും ഒരാളും ഇല്ലാത്ത ഒരു ഗതികെട്ട സമയമാണോ മെഡിക്കൽ കോളേജിൽ. അതിനുശേഷം വീണ്ടും അടുത്ത ദിവസം 2 ഡോക്ടർമാർ കുടുങ്ങി. അപ്പോഴും ഇദ്ദേഹം പരാതി കൊടുക്കുന്നുണ്ടാ? ഞാൻ നേരത്തെ പറഞ്ഞ ഭീതിയാണ്. പരാതി കൊടുത്തു കഴിഞ്ഞാൽ കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യ അവരുടെ ജോലി ചെയ്യുന്നുണ്ട്, മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെ ജോലി അത് ബാധിച്ചേക്കാം, ഇല്ലെങ്കിൽ മറ്റു തരത്തിൽ അവർ ദ്രോഹിക്കാം. അപ്പൊ ഇങ്ങനെ മൊത്തത്തില് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായാലും നമ്മൾ ഒരിക്കലും പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല എന്നുള്ളത്. മൊത്തത്തിൽ ഈ ഭയം ആൾക്കാരെ ത്രസിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അല്ലാതെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള നേതാക്കൾക്കൊക്കെ വാസ്തവത്തിൽ അത് മനസ്സിലാകേണ്ടതല്ലേ? വാസ്തവത്തിൽ അല്ല, സീനിയർ നേതാക്കളെന്ന് പറഞ്ഞാൽ സാർ ആരെ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇപ്പോ പാർട്ടിയുടെ കേരളത്തിന് പുറത്തുള്ള നേതാക്കളെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താം. പക്ഷെ കൃത്യമായ റിപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം, കൃത്യമായ റിപ്പോർട്ടിങ്ങും ഉണ്ടാവും. കാരണം സംവിധാനമുള്ള പാർട്ടിയാണ്. സ്വാഭാവികമായിട്ട് നടക്കുന്നത് എന്താണ്, ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് CPM-നെ പോലെ ഒരു പ്രസ്ഥാനത്തിന് അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇത്രയേറെ വർഷങ്ങളായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കത് മനസ്സിലാവണ്ടേ? കേരളത്തിന്റെ പാർട്ടിയിലെ ഏറ്റവും വലിയ സീനിയർ പിണറായി വിജയനാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അദ്ദേഹമാണ് ഏറ്റവും സീനിയർ. സംസ്ഥാന മുഖ്യമന്ത്രിയാണ്, പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അല്ല, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇപ്പോൾ മുക്കിനും മൂലയിലും ഓരോ ചെറിയ പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പിണറായി വിജയനെ അറിയണം തോന്നുന്നില്ല. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞത്, അത് കൃത്യമായി അത് അദ്ദേഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമുള്ള പാർട്ടിയാണിത്. പക്ഷെ ആ സംവിധാനങ്ങളിൽ എവിടെയോ എന്തോ ഒരു ഈ കമ്മ്യൂണിക്കേഷൻ, അതായത് പഞ്ചായത്തിൽ നിന്ന് സംസ്ഥാനത്തേക്കും സംസ്ഥാന പഞ്ചായത്തിലേക്കും പോകുന്ന ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, സഹാക്കൾ തമ്മിൽ അല്ലെങ്കിൽ കമ്മിറ്റികൾ തമ്മിൽ. അവിടെ പാളിച്ചകളുണ്ട്. ഉണ്ടാവുള്ള കാരണം ആരാ? ഈ മുഖ്യമന്ത്രിയാണ്. കാര്യം ഇദ്ദേഹം പാർട്ടി ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല, പാർട്ടി പലതും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നില്ല. രണ്ട് വഴിക്ക് പോവാണ്. പാർട്ടി ഒരു വഴിക്ക് പോകുന്നു, പിന്നെ മുഖ്യമന്ത്രി വേറൊരു വഴിക്ക് പോകുന്നു. ഇപ്പോ തിരിച്ചടി നേരിട്ടപ്പോ അവർക്കൊരു ചിന്തയുണ്ടായി, നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടായിട്ടിരുന്ന് ആലോചിക്കാം. ഈ കൂട്ടായിട്ട് ഈ സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ടോ? അതെ, അദ്ദേഹം ഒന്ന് മറുപടി പറയണ്ടേ ഇതിനകത്ത്? എന്തുകൊണ്ട് മുഖ്യമന്ത്രിയിൽ പങ്കെടുക്കുന്നില്ല? അപ്പൊ ഇതെല്ലാം വെറും പൊറാട്ട നാടകം എന്ന് പറയേണ്ടി വരും. അല്ല, വിവാദ പ്രസംഗങ്ങൾ പോലും, കുട്ടി സഖാക്കളുടെ പ്രസംഗങ്ങൾ പോലും വളരെ വിവാദമായി കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം തന്നെ നമുക്ക് എത്ര പ്രസംഗങ്ങളാണ് നമ്മൾ. അപ്പൊ അതായത് പൊതുജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, പൊതു സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, റെയിൽവേ പോലുള്ള സംവിധാനത്തെ കലാപത്തിന് ആഹ്വാനം കൊടുത്തു. ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരുന്നു അങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ ഒരു എഴുത്തോ ഒരു നാക്കുപിഴയോ വന്നു കഴിഞ്ഞാൽ പോലും എന്തൊക്കെ പുകിലുണ്ടാകുമായിരുന്നു. അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത ഒരു പാർട്ടി സംവിധാനം. അവര് കേഡർമാരാണല്ലോ. അപ്പൊ കേഡർമാർക്ക് പോലും വാസ്തവത്തിൽ കേഡർമാർക്കുണ്ടായിരിക്കേണ്ടുന്ന സ്വഭാവ വിശേഷങ്ങൾ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് പാർട്ടി. അതായത് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ചട്ടക്കൂട്, ഇപ്പൊ കേഡർമാർക്കും പാർട്ടിക്ക് ഉണ്ടായിരുന്ന ചട്ടക്കൂട്, അതിൽ എപ്പോഴാണോ വെള്ളം ചേർക്കപ്പെട്ടത് അന്ന് മുതൽ ഈ പ്രശ്നങ്ങൾ പാർട്ടിയെ ഗ്രസിച്ചിട്ടുണ്ട്. ഈ രീതിയിലേക്ക് ഇപ്പൊ കേഡർമാര് ആവശ്യമുണ്ട് എന്ന് പറയുന്നതിന് പത്രപരസ്യം കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി വന്നു എങ്കിൽ അത് എത്രത്തോളം അതപ്പതിച്ച് നിൽക്കുന്നു അതിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം, ജനങ്ങൾ മനസ്സിലാക്കണം. കാര്യം അത്ര വലിയൊരു അധപ്പതനത്തിലേക്കാണ് ഈ പാർട്ടി പോയി നിൽക്കുന്നത്. അല്ല, കമ്മിറ്റിയിലെ ചർച്ചകളൊന്നും ഇത്ര പ്രായത്തിലൊന്നും ആയിരുന്നില്ല. അത് എഴുതിവിട്ട പത്രത്തിന്റെ രാഷ്ട്രീയമാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. ആയിക്കോട്ടെ, പത്രത്തിന്റെ രാഷ്ട്രീയം ആയിക്കോട്ടെ. പക്ഷെ ഈ രൂപത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടാവണമല്ലോ. ഏതെങ്കിലും രൂപത്തിൽ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടാവും. ഈ അഭിപ്രായങ്ങൾ പത്രങ്ങൾ അവരുടെ ഭാഷയിൽ എഴുതി. സ്വാഭാവികമായി എന്തായാലും പ്രതിസന്ധി അവിടെ ഉണ്ട് എന്നുള്ളതാണ്, അത് തർക്കമൊന്നുമില്ല. അത് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോ ഇന്ന് തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് SNDP ആണ് പരാജയത്തിന് കാരണമെന്നാണ്. എളുപ്പമുണ്ടല്ലോ, അതങ്ങനെ വരൂ. വെള്ളാപ്പള്ളി നടേശൻ CPM-നെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാല് വെള്ളാപ്പള്ളി എവിടെ എത്തി, CPM എവിടെ എത്തി? അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് തോൽപ്പിക്കാൻ കഴിയുന്ന അല്ല, ഇത്രയും ഗതികെട്ട് പോയോ? വെള്ളാപ്പള്ളി നടേശന്റെ കരുണയിലാണ് ഈ പാർട്ടി ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നാണമില്ലേ ഈ പാർട്ടി സെക്രട്ടറി ഇങ്ങനെ പറയാനായിട്ട്? അല്പമെങ്കിലും പാർട്ടിയെ കുറിച്ച് ഈ പറഞ്ഞ അഭിമാനം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തും? ഒരുപക്ഷെ സത്യമാണെങ്കിൽ അങ്ങനെ പറയാൻ പാടും. പാർട്ടി സെക്രട്ടറി അത്രേ. എന്ത് നാണക്കേടാണ് പാർട്ടിയുടെ അവസ്ഥ.
ഒരു ഒരു ജാതി സംഘടന, ആ ജാതി സംഘടന നേതാവ് അയാൾക്ക് തന്നെ കുറെ കേസുകളുണ്ട്. ഇവര് തന്നെയാണ് അത് ഭരണത്ത് വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ എടുക്കാന്ന് പറഞ്ഞപ്പോൾ വെച്ചിരിക്കുക. ഇത് വെള്ളാപ്പള്ളിക്കും അറിയാൻ കൃത്യമായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ മറയാക്കിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാം പരാജയത്തിന് കാരണം വേറെ ആരുമില്ല, ഇദ്ദേഹമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ഗതികേടിലേക്ക് പാർട്ടി പോകുന്നു. എന്തായാലും ഈ ഹിന്ദുത്വവൽക്കരണം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്ന ചിറ്റമ്മ നയം, ഇത്തരം ചില പ്രശ്നങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് പ്രക്ഷോഭത്തിന് പാർട്ടി തയ്യാറെടുക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അതിന് കൂടുതൽ കേഡർമാരെ വേണം. എങ്ങനെ പ്രക്ഷോഭിക്കും? ഇനി ഒരുപാട് ജോലിയുണ്ട്. കേഡർമാർ റിക്രൂട്ട് ചെയ്യണം, അവരെ സ്കെയിൽ ഫിക്സ് ചെയ്യണം, എന്നിട്ട് അവരെ ട്രെയിനിങ് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് പ്രക്ഷോഭം നടത്താൻ പറ്റുള്ളൂ. എന്തായാലും ആ വാർത്ത ഇങ്ങനെ വന്നപ്പോ ഉണ്ടായ ചില ന്യായമായ സംശയങ്ങളാണ്